അത് യാ റബ്ബി റുദ്ദ വാലദി മുഹമ്മദാ ഉർദുദ്ഹു റബ്ബി വസ്തനിഇൻദി യദാ. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ഞാൻ ചൊല്ലിയത്. പ്രവാചകർ തന്നെ പറയുകയാണ്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കെ ഒരിക്കൽ അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ വഴിമാറിപ്പോയി. അതായത് എന്നെ കാണാതായി എന്നർത്ഥം. നല്ല വിശപ്പ് എന്നെ കൊല്ലാൻ അടുത്തിരുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഴി കാണിച്ചു തന്നു. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഒരു മഹാൻ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതായപ്പോൾ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലിയ കവിത. എൻ്റെ നാഥ, എൻ്റെ കുട്ടി മുഹമ്മദിനെ എനിക്ക് മടക്കിത്തരണേ, നീ എനിക്ക് തിരിച്ചു ഏൽപ്പിക്കണേ, നീ എനിക്കൊരു കൈ ഉപകാരം ചെയ്യണമേ. ഈ പ്രാർത്ഥന വരികൾ ഉൾക്കൊള്ളുന്ന, അർത്ഥം ഉൾക്കൊള്ളുന്ന ഈ പദ്യം മഹാനവറുകൾ ആവർത്തിച്ചിങ്ങനെ ചൊല്ലുകയാണ്. അപ്പോൾ ആ സമയത്തതാ ഒരു ഒട്ടകപ്പുറത്ത് മുന്നിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിന്നിൽ അബൂജഹലുമാണ്. ഈ കുട്ടിയുടെ കാര്യം വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. അബ്ദുൽ മുത്തലിബ് ചോദിക്കുകയാണ്, എന്താണ് കാര്യം അബൂജഹലെ? അവൻ പറയുകയാണ്, വഴിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്ന ഈ ബാലനെ ഞാൻ എൻ്റെ ഒട്ടകപ്പുറത്ത് കയറ്റി പിന്നിലിരുത്തി. ഒട്ടകത്തെ മുന്നോട്ട് തെളിച്ചപ്പോൾ അത് നിന്നിടത്ത് നിന്ന് ഒരടി പോലും മുന്നോട്ട് നീങ്ങിയില്ല. ഒട്ടകത്തിനെ എത്ര തെളിച്ചിട്ടും ഒരു മാറ്റവുമില്ല. ഇതെന്താ ഇങ്ങനെ? ഞാൻ ആലോചിക്കുകയാണ്. അവസാനം ഞാൻ ഈ കുട്ടിയെ മുന്നിലിരുത്തി തെളിച്ചപ്പോഴോ ഒട്ടകം സുഖമായി നടന്നു തുടങ്ങുകയാണ്. മാത്രവുമല്ല, ആ മിണ്ടപ്രാണിയായ ജീവി എന്നോടിങ്ങനെ പറയുന്നത് പോലെ തോന്നുകയും ചെയ്തു. ഇതെന്തൊരു വിഡ്ഢിത്തമാണ് അബൂജഹലെ! ലോക ജനതയുടെ മുന്നിൽ നിൽക്കേണ്ടവൻ എങ്ങനെ പിന്നിലിരുന്നാൽ ശരിയാകും? സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ പറ്റി വിശകലനം ചെയ്യുമ്പോൾ പറയുകയാണ്, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ശത്രുവിൻ്റെ സംരക്ഷണം നൽകിയല്ലോ, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ശത്രുവിൻ്റെ സംരക്ഷണം നൽകിയതാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. മൂസ അലൈഹി സ്വലാമിന് ഫിറഔൻ കഠിന ശത്രുവായതുപോലെ മുഹമ്മദ് നബിക്ക് അബൂജഹൽ ശത്രുവായി